ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ബ്രിജിത്തിൻ്റെ ബർത്ത്ഡേ ഇല്ലേ, അപ്പം ഞാൻ മാത്രമായിട്ടൊന്നും കൊടുത്തില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനൊരിത്, അപ്പം ആയിട്ടില്ല. ഞാൻ വിചാരിച്ചു, എനിക്കല്ല, ഞാൻ എങ്ങനെയൊക്കെയോ ബ്ലിങ്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഈ സാധനം ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് പോവായിരിക്കും. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അവനാണ് ഈ ജിമ്മിൽ പോയിരുന്നോണ്ട് എപ്പോൾ വേണമെങ്കിലും കയറി വരാം. എൻ്റെ പുറകിൽ പ്രജിത്ത് എപ്പോൾ വേണമെങ്കിലും കയറി വരാം. എനിക്ക് അതിന് മുമ്പ് ഈ സാധനം എങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഒരു പഴം കൊടുക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഹാപ്പി ഞാൻ ഈ ഡ്രസ്സ് തന്നെയായിരിക്കും. എനിക്ക് കൈ വച്ചിട്ട് ചെയ്യാനും പറ്റണില്ല. ഇതൊരു സഹായം കിട്ടിയിട്ടുണ്ട്. ഇവരിത് ഇങ്ങനെ തന്നെ വെച്ചേക്കണ കാരണം നമുക്ക് സ്പെല്ലിങ് കറക്റ്റാണോ ഇത് തിരഞ്ഞെടുക്കാനായിട്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട. മേലെ സമയത്തിനൊന്നും അറിയുന്നത് വെച്ചിട്ട് എത്താം. ബലൂണൊക്കെ എങ്ങനെ ഒട്ടിക്ക് ദൈവമേ. ബ്ലിങ്കറ്റിൽ കുറച്ച് നേരമായി ഞാൻ ഓർഡർ ചെയ്തിട്ട്, പക്ഷെ സാധനത്തെ കുറച്ച് വൈകിപ്പോയി. ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പരിപാടി വേണ്ടെന്ന് വെച്ചാൽ ഇത് കെട്ടി തൂക്കണം. ഓക്കെ, ഞാൻ വിചാരിക്കണം അവിടെയാണ്, പക്ഷെ ഡബിൾ സ്റ്റിക്കർ ഇല്ല. ബാ, എവിടെ? ആ ഫോൺ എനിക്ക് തരൂ. ചട്ടി വാ, കേറി വാ. നിനക്ക് കാണാമോടാ? കേറി വാ. നിനക്ക് കാണാമോ? കണ്ടായിരുന്നോ? ലൈറ്റ് ഇട്. എനിക്ക് ഇനി ഉണ്ടായിരുന്നു പ്ലാൻ. അപ്പൊ ഉണ്ടല്ലോ, ആ ബ്ലിങ്കറ്റുകാര് ആ ചെറുക്കനെ എന്നെ പറ്റിച്ചിടാ. അവൻ എന്തോ ഒരു നേരം എടുത്തു അറിയൂ സാധനം ഇവിടെ എത്തിക്കാൻ. ആ, നീ എടുത്തോ? നന്നായി, ഞാൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു. മുറിച്ചോ? Happy birthday to you. Happy birthday to you. Happy birthday to you, Bridget. Happy birthday to you. Alright. Set against me. ഞാൻ ഡോക്ടറെ വരെ വിളിച്ച് ചോദിച്ചു, ബ്ലിങ്കറ്റിൽ കേക്ക് കിട്ടുമോ, അതോ പൊടിയാണോ?
താങ്ക് യു. ഇത് പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല. ഇതെന്നെ മേലെ വെക്ക്. ഇഷ്ടായോ? നിക്ക് കീഴോട്ട് ഈ സാധനം ചരിച്ച് വെച്ചേ, എന്നിട്ട് കാണാൻ പറ്റേ. ഇഷ്ടായത് പൊട്ടിച്ചൂല്ലോന്നോ? മൊത്തത്തിലാണ് അത്ര. ഇഷ്ടായോ? ഇത് ഇഷ്ടായോ? ഞാൻ ബ്ലിങ്കറ്റിന്ന് വാങ്ങിയത്. നീ എന്തിലും വിചാരിച്ചായിരുന്നു എന്തിലും ചെയ്യുന്ന എന്തിലും ഉണ്ടാവുന്നോ? ഞാൻ കേക്ക് വെച്ചില്ല, മറ്റേ എന്തെങ്കിലും ഗിഫ്റ്റ് എടുക്കുന്ന വെച്ചേ. എവിടുന്ന് എവിടുന്ന്? നീ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടർ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിചാരിച്ചേ. കാരണം നീ ഇങ്ങനെ എന്നോട് പൈസ വെച്ചപ്പോ അതിന്റെ വാങ്ങില്ല. പക്ഷെ ഇതും പ്രതീക്ഷിച്ചില്ല. കേക്ക് പ്രതീക്ഷിച്ചോ? എന്തിനും ഡ്രസ്സോ അങ്ങനെ എന്തിനും മിഠായി അങ്ങനെ അങ്ങനെ അതും ഇന്നലെ സാധാരണ ഇന്നലെ ബർത്ത്ഡേ, അപ്പൊ ഇന്നലെ നാക്കും. ഇനിയിപ്പോ ചിലപ്പോ ബർത്ത്ഡേക്ക് ആയിരിക്കില്ല, പിറന്നാളിനായിരിക്കും. അശ്വതി വിചാരിക്കണേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ആയിരിക്കാം നീ വിചാരിച്ചു. ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യാൻ എനിക്ക് അറിയും. എന്റെ പിന്നെ തിരിച്ച് ഞാൻ വിചാരിച്ചു അത് ഒത്തിരി ഇഷ്ടായില്ലേ? ഇതിന്റെ പുറത്ത് കാണാം, പുറത്ത് കാണാം, പുറത്ത് കാണാം. വെളിച്ചം വരണം. ഈ കേക്ക് ഞാൻ മേടിച്ചു. അന്നേരാണ് കേക്ക് മേടിച്ചു. കേക്ക് മേടിച്ചു. ഞാൻ ഈ വർഷത്തെ ബർത്ത്ഡേ ശരിക്കും നല്ല എന്താ പറയാ, അത്യാവശ്യം നല്ല ഗിഫ്റ്റുകൾ കിട്ടിട്ടോ. എന്റെ മറ്റേ ഗിഫ്റ്റ് വാച്ച് ഇത് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ്. ഈ വർഷം ഈ പിറന്നാളിന് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ്. പിറന്നാളിന് മുമ്പ് കിട്ടിയതാണ് കേട്ടോ. നമ്മളെ ജിമ്മിലെ അക്കന്മാർ മേടിച്ച വാച്ച്. ഇതിൻ്റെ ചിന്നിട്ട് വന്ന ഗിഫ്റ്റ് സൗരയൂഥം. പിന്നെ കേക്ക്. അയ്യോ നല്ല കേട്ടോ, ചോക്ലേറ്റ്. വീഡിയോ ഇടാനാ അല്ലേ പ്രാന്തി. എന്നാൽ ഈ കുഞ്ഞു തലയിലൊക്കെ ഉണ്ടെന്ന്. അയ്യോ ഞാൻ എന്തോ ടെൻഷൻ അടിച്ചെന്ന് പറയും. എന്നുവെച്ചാ ഇന്നലെ എന്റെ ചിക്കൻ ഞാൻ ഇങ്ങനെ വേവിച്ച് നരിയിടാം. ചെറിയൊരു ചിക്കൻ ബിരിയാണി. അപ്പൊ നിന്റെ ശ്രദ്ധ ചിക്കൻ ബിരിയാണിയിലേക്ക് പൊക്കോളൂലോ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ബിരിയാണികൾ ഉണ്ടാക്കണേ. ആ ഒരു ചിന്ത വരില്ല. ആ ഒരു ഇതിലേക്ക് ഞാൻ നീ വിചാരിച്ചോ ബിരിയാണി ബർത്ത്ഡേ ആയിട്ടായിരുന്നു? ഇല്ലല്ല, അങ്ങനല്ല, അത്യാവശ്യമില്ല. ബിരിയാണി വിളിച്ച് കഴിച്ചില്ല. ബിരിയാണി നമ്മള് വീട്ടിലുണ്ടാക്കണം. അണ്ടിപ്പരിപ്പും ബദാമും വെറുതെ ചുമ്മാ വേവിച്ച് അങ്ങ് ഇട്ടിട്ട് ലാസ്റ്റ് അങ്ങനെ രുചി കേക്ക് തിന്നു. ബിരിയാണിയിലാണ് ഞാൻ കുക്കർ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കി. മറ്റേന്ന് വെച്ചാൽ ചിക്കൻ ഇട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. സർലാസ് ഞാൻ തൈര് മാത്രം എടുത്തോളൂ. ഞാൻ സവോള ഒന്നും ആഡ് ചെയ്തില്ല. ഇതിപ്പം കുറേത് എങ്ങനെയുണ്ട് രുചി? ഇതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലേ?
ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ ഇട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നേ. എനിക്കിഷ്ടായി. ചിക്കനൊക്കെ ശരിക്കും ഉടഞ്ഞു പോയി. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട്